എന്തായിരുന്നു സമ്മാനം കൊടുത്തത്? ഇന്നലെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആഘോഷം ഉണ്ടായിരുന്നില്ല. എല്ലാ വെഡിങ് ആനിവേഴ്സറിക്ക് ആണെങ്കിൽ ട്രിപ്പ് പോകുന്നതാ. ഇത്തവണ ഓഫീസിലെ തിരക്ക് കാരണം ലീവ് അങ്ങോട്ട് സെറ്റ് ആയില്ല. ഡൽഹിക്ക് പോവാണ്. ഒറ്റയ്ക്ക് പോവാണോ? ഒറ്റയ്ക്ക് പോവാണ്. വെഡിങ് ആനിവേഴ്സറിക്ക് ഒറ്റയ്ക്ക് പോകുന്നു. ചേച്ചി പ്രതികരിച്ചില്ലേ? അടുത്ത മാസം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും എവിടെയെങ്കിലും ട്രിപ്പ് പോവാറാണ് പതിവ്. അപ്പൊ ഇത്തവണ ഈ 18-ാം തീയതി മാറ്റി വെച്ചിട്ട് ഡിസംബറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഡിസംബർ ഫുൾ ട്രിപ്പ്. പക്ഷെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ, നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ശരിക്കും സെയിം വൈബ് ഒക്കെയാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്? ഏകദേശം എല്ലാ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ന്യൂജൻ ആൾക്കാർക്കൊന്നും കല്യാണം കഴിക്കാൻ ഭയങ്കര പേടിയാണ്. ലൈക്ക് എങ്ങനെ ആവും, ഫാമിലി സെറ്റ് ആവോ, ഹസ്ബൻഡ് സെറ്റ് ആവോ, ടോക്സിക് ആവോ, അങ്ങനെ ഒരുപാട്. ഇവൻ എനിക്ക് വരെ, ഞാനും കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം പ്രത്യേകിച്ച് അതുകൊണ്ട് ചോദിക്കുന്നത് നല്ല കാര്യം. അതായിരുന്നു എനിക്ക് ചോദിക്കുന്നത്. നിങ്ങൾ അപ്പോഴേ ആൻസർ പറഞ്ഞു. അപ്പം എനിക്ക് ചോദിക്കാനുള്ള, പക്ഷെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ കല്യാണം കഴിക്കാതിരിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സജിൻ ബ്രോ ആദ്യം പറയട്ടെ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കല്യാണം കഴിക്കുവാണെങ്കിൽ അതിന്റേതായ ഗുണവും കല്യാണം കഴിച്ചാലും അതിന്റേതായ ഗുണങ്ങളും. അതിന്റേതായ ഗുണങ്ങളും അതിന്റെ ബാക്കിയാണ് എനിക്ക് കേൾക്കുന്നത്. ഞങ്ങളിങ്ങനെ കാണുന്നോണ്ട് എപ്പോഴും ഇങ്ങനെയൊന്നും അല്ല. വീട്ടിൽ ഞങ്ങൾ തമ്മിൽ രണ്ടും സെപ്പറേറ്റ് ആൾക്കാരാണ്. ഞങ്ങൾക്ക് തന്നെ അഭിപ്രായ ഇവക്ക് ഇവളുടേതായ കാര്യങ്ങളുണ്ട്, എനിക്ക് എന്റേതായ കാര്യങ്ങളുണ്ട്. എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കാറില്ല, ഞാൻ അവളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കാറില്ല. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് സംസാരിച്ച് പോവുള്ളൂ. പക്ഷെ അതായത് രമണ, ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ഫുൾ ടൈം ചിരിയും കളിയും സംസാരിക്കുകയാണ്. പക്ഷെ രണ്ടുപേർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കയറി ചൊറിയാനോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാറില്ല. ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നമുക്ക് ഒരു സ്പേസ് കൊടുക്കാന്നുള്ളതാന്ന് തോന്നുന്നല്ലേ? അത് ട്രസ്റ്റും സ്പേസും രണ്ടാണ്. ഈവൻ ഫാമിലിയുടെ കാര്യമാണെങ്കിലും അമ്മയമ്മ എങ്ങനെ ഉണ്ടാവും, ചേട്ടത്തിയമ്മ എങ്ങനെയുണ്ടാവും, അതൊക്കെ ഫുൾ സെറ്റാണ്. എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുമ്പോൾ ഈശാന്റെ വീട്ടിലായാലും ആരും ആരുടെയും കാര്യങ്ങളിൽ ഇടപെടില്ല. ഇപ്പൊ ഷീജാമയായാലും ശരി, പപ്പ, കുക്കു, ഞങ്ങൾ ആരും ആരുടെയും കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. ഇങ്ങനെ ചൊറിഞ്ഞ് എന്താ എവിടെ അത് ഒരു നല്ല വൈബാണ്. അത് ഭയങ്കര വൈബാണ്. നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും നമ്മളുടെ മൈൽ സ്റ്റോൺ ഫാമിലിയിലുള്ളവരാണ്. സോ ഇതിനു മുമ്പും ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആലിസ് ചേച്ചി ഇതിനു മുമ്പ് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതിന്റെ വീഡിയോ നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ട്. അത് അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തിപ്പെട്ട ഒരു ഇന്റർവ്യൂ. എന്താ പണിയാണല്ലോ? പണിയൊന്നുമല്ല. ഇതിൽ സജിൻ ബ്രോയ്ക്കാണ് ടാസ്ക്. ഇത് എന്താന്ന് വെച്ചാൽ, ആലിസ് ചേച്ചി ആ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ ആങ്കർ. ആ ക്വസ്റ്റ്യൻസിന് ആലിസ് ചേച്ചി പറഞ്ഞ ഉത്തരങ്ങള് സജിൻ ബ്രോ ഇപ്പൊ പറയണം. ഓക്കെ, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ ഓർമ്മയില്ലാത്ത ആളാണ്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ സെഗ്മെന്റിന്റെ പേര് മനപ്പൊരുത്തം. മനപ്പൊരുത്തമല്ല, പിന്നെ ഓർമ്മയുണ്ടോ ആ ചോദ്യം. ഓർമ്മയുണ്ടോ? നല്ല രസമല്ലേ? നല്ല രസമുള്ള സെഗ്മെന്റ്, ഞാൻ എൻജോയ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുവാണ്. അതിൽ ചേച്ചി ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസർ എന്താന്ന് എനിക്കറിയാം. അപ്പൊ സൈൻ ചേട്ടൻ പറയുന്നത് കറക്റ്റ് ആണോ ഞാൻ പറയും. ഓക്കെ, ഫസ്റ്റ് യൂട്യൂബ് ഇൻകം. നമ്മൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലേ? ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവരുടെ തെളിവുണ്ട്. ചേട്ടനോട് പറഞ്ഞിട്ടില്ല? എന്റെ അടുത്ത് യൂട്യൂബ് ഇൻകം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മള് ആൻസർ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, ഏകദേശം അറൗണ്ട് എല്ലാം പറഞ്ഞു കാണും. അറൗണ്ട് അല്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണെങ്കിൽ 6 ആണെന്ന് തോന്നുന്നു എന്റെ അറിവിന്. അപ്പൊ ചേച്ചി കള്ളത്തരം പറഞ്ഞായിരുന്നു. ഞാൻ ആൻസർ ഇപ്പൊ പറയില്ല, ആലിസ് ചേച്ചി കറക്റ്റ് ഇപ്പൊ പറയണം, എന്നിട്ട് ഞാൻ ആൻസർ പറയാം. എത്രയായിരുന്നു അന്ന് പറഞ്ഞെന്ന്? ഞാനന്ന് പറഞ്ഞ 1 lakh ആണെന്ന് തോന്നുന്നു. 1 lakh ആണ്. ഓക്കെ, ചേട്ടൻ പറയുന്നത് 6 lakh. അതല്ല, അന്ന് പറഞ്ഞത് എന്താന്ന് ഓർമ്മയില്ലല്ലോ. ഇപ്പൊ എത്രയാന്നുള്ളതല്ല പ്രശ്നം, അന്ന് പറഞ്ഞെന്താന്ന് ഓർമ്മയില്ല. ഇനി ഞാൻ കാണിക്കട്ടെ വിത്ത് വീഡിയോ. യൂട്യൂബ് ഇൻകം ഓർമ്മയുണ്ടോ? ആദ്യം കിട്ടിയ ഇൻകം ഫസ്റ്റ് യൂട്യൂബ് ഇൻകം എനിക്ക് ഓർമ്മയുണ്ട്. എത്രയായിരുന്നു? അത് കുഴപ്പമില്ല, അതൊരു 2 lakh ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹാഫ് അവർക്ക് ഷെയർ ചെയ്തു. അപ്പൊ എനിക്ക് 1 lakh കിട്ടി. 1 lakh കുറവാ. അല്ലല്ല, തിരിച്ചാന്ന് തോന്നുന്നു നമുക്ക്. ഇവക്ക് തെറ്റിയതാ അത്.
ആയിരിക്കും. ആണോ? അപ്പൊ ശരിക്കും എത്രയായിരുന്നു എനിക്ക് ഫസ്റ്റ്? ഓർമ്മയില്ല. 3 ഫസ്റ്റ് വർഷമായി. ഇൻകം കിട്ടുന്നതെന്ന് വെച്ചാൽ 3 മാസം കഴിഞ്ഞിട്ടായിരുന്നു കിട്ടിക്കൊണ്ട് നമുക്ക് അപ്പൊ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എല്ലാം ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്ന സാധനം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി ഒരു കറക്റ്റ് ബോധമില്ല. കറക്റ്റ് ബോധമല്ല, അത് കുഴപ്പമില്ല. പക്ഷെ അന്ന് 2 lakhs പറഞ്ഞു. പക്ഷെ നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിവാഹിത ആയതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അത് നമ്മൾ ഇച്ചിരി മുമ്പ് കൂടി പറഞ്ഞു. എന്റെ ഏറ്റവും ബെസ്റ്റ് ക്ലൂ ആട്ടോ അത്. ചേച്ചിയല്ല, ചേട്ടൻ പറയാം. സച്ചിൻ കൂടെ പറയാം. ഫ്രീഡം ആണോ ഉദ്ദേശിച്ചത്? നീ വീട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടാത്ത സാധനം. ആ കറക്റ്റ് ആണ്. അതൊന്ന് ഹൈലൈറ്റ് അത് കാണിക്കട്ടെ. നമ്മള് വീട്ടുകാരുടെ അടുത്ത് കിട്ടാത്ത സാധനം. അത് ചേച്ചി പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പേരൻസ് ഒന്നും എനിക്ക് അത്രയും ഫ്രീഡം തന്നിട്ടില്ല. ബട്ട് ഇവിടെ എനിക്ക് ആഫ്റ്റർ മാരേജ് കിട്ടിയ ഏറ്റവും വലിയ ഇത് ഫ്രീഡം. അത് തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ മനഃപൂർവ്വം ചോദിക്കുക. അതെങ്കിലും കാണിക്കണോ? എനിക്ക് ഓർമ്മയുണ്ട്. എന്തിനാ ഇടക്കിടക്ക് വീണ്ടും വീണ്ടും കാണുന്ന എന്തിനാ? ഇവളുടെ അമ്മ ഒന്ന് കണ്ടാ മതിയായിരുന്നു കറക്റ്റ് ആയിട്ട്. സോ നെക്സ്റ്റ് വൺ, സിനിമയിൽ ഏത് കഥാപാത്രം കണ്ടിട്ടാണ് ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത്? ഞാൻ അത് ആലിസ് ചേച്ചിനോട് നമ്മുടെ ആങ്കർ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന് ആലിസ് ചേച്ചി ഒരു ക്യാരക്ടറിന്റെ പേര് കറക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തായിരുന്നു. എനിക്ക് ആ ക്യാരക്ടർ ഓർമ്മയില്ല. പക്ഷെ ഇപ്പോഴത്തെ ആണെങ്കിൽ ഒരു മറ്റേ വിൻസിയുടെ ക്യാരക്ടർ ആണ് ഉദ്ദേശിച്ചത്. ഇപ്പോഴും അല്ല, അപ്പോഴും അത് തന്നെയാണോ പറഞ്ഞേ? ആ ജനഗണമനയിലെ വിൻസിയുടെ ക്യാരക്ടർ. അത് പക്ഷെ കറക്റ്റ് ആണ് കേട്ടോ. ലൈക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിരുന്ന ഒരു സിനിമ കണ്ടപ്പോ എനിക്ക് എന്നെ ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹം തോന്നിയത് ആ ഒരു ക്യാരക്ടർ കണ്ടപ്പോഴാണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഇന്നലെയാണെന്ന് തോന്നുന്നു. ഇന്നലെ ഞങ്ങൾ ഇതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു. ആണല്ലേ, ഒരു സ്ട്രോങ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് ഒരു ഗൂസ് ബംസ് വരുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഒക്കെ കിട്ടിയ അടിപൊളിയായിരിക്കും അല്ലേ? അപ്പൊ അത് കറക്റ്റ് ആൻസർ. ഒരു പോയിന്റ്. സ്ക്രീൻ സീരിയലുകളിലൂടെയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും എല്ലാ പ്രേക്ഷകർക്കും സുപരിചിതയായ നടിയാണ് ആലിസ് ക്രിസ്റ്റി. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സജീവയായ നടി തന്റെ കുടുംബവിശേഷങ്ങളും യാത്രകളും ഫുഡ് വീഡിയോകളും ഒക്കെയാണ് അവിടെ പങ്കുവയ്ക്കാറുള്ളത്. എന്നാൽ വ്യത്യസ്തമായ സ്കിൻ കെയർ വീഡിയോകളുമായി താരം എത്താറുമുണ്ട്. കുറഞ്ഞത് 3 കുഞ്ഞുങ്ങളെങ്കിലും വേണമെന്നാണ് തന്റെ ആഗ്രഹം എന്നാണ് ആലിസ് പലപ്പോഴും പറയാറുള്ളത്. കല്യാണമോ അത്തരത്തിലുള്ള വിശേഷങ്ങളോ വന്നാൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാമായി വലിയൊരു കുടുംബം വേണമെന്നാണ് ആഗ്രഹം. ഇത്രയും കുട്ടികൾ വേണമെന്നുള്ളത് കൊണ്ട് പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. വച്ചടി കയറ്റുമായിരിക്കും. ഒരുമിച്ച് ഒറ്റ സ്ട്രെച്ചിലായിരിക്കും. ആ ഒരു സ്ട്രെച്ചിലേക്ക് എത്താനുള്ള സമയമാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മെന്റലി അപ്പനും അമ്മയും ആകാനുള്ള പ്രിപ്പറേഷൻ നടക്കുകയാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡയറ്റ് ചെയ്ത് മെലിയണം, ശേഷം വീണ്ടും ഗർഭിണിയാകണം, പ്രസവിക്കണം, ഡയറ്റ് ചെയ്യണം, മെലിയണം. അത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ 3 പ്രസവിച്ചു തീർക്കണം. XXX പിറന്നാൾ ആഘോഷം ഞാൻ പ്രാർത്ഥിക്കുന്നത് ആദ്യത്തെ പ്രസവത്തിൽ ഇരട്ടകളെ തരണമേ എന്നാണ്. പിന്നെ ഒന്നുകൂടി പ്രസവിച്ചാൽ മതിയല്ലോ. രണ്ടാമതും ഇരട്ടകളാണെങ്കിലും സന്തോഷം. ഇരട്ടകളെ കിട്ടാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നും ആലിസ് പലപ്പോഴും പറയാറുണ്ട്. ആലിസ് തിരുവനന്തപുരം സ്വദേശിയാണ്. സീരിയലും TV ഷോകളും എല്ലാം മിനി സ്ക്രീനിൽ സജീവമായതിനാൽ ഭർത്താവുമായി എറണാകുളത്ത് സെറ്റിൽഡാണ് ഇപ്പോൾ ആലിസ്. ഇരുവരുടെയും വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു. കൂടുതൽ ആസ്വദിച്ചു തുടങ്ങിയത് വിവാഹശേഷമാണെന്നാണ് ആലിസ് പറയാറുള്ളത്. കരിയർ ബിൽഡ് ചെയ്യാൻ ആലിസിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നതും